ടാറ്റ ഹാരിയർ EV. അതെ, നമ്മളുടെ ടാറ്റ ഹാരിയർ വേരിയൻറ്റിൽ EV കൊണ്ടുവരാൻ പോവുകയാണ് ഗൈസ്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിന് മുന്നേ ഇറങ്ങിയ ടാറ്റ ഹാരിയറിൻ്റെ ഫേസ് ലിഫ്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് മേഡ് ഓൺ ചെയ്തിട്ട് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു വെഹിക്കിളായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാരിയറിന് അതിൽ വിറ്റ് പോകാൻ സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു ഫീഡ്ബാക്ക് എന്തായിരുന്നു, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഹാരിയറിനെ കുറിച്ച് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ മെറ്റീരിയൽസ് വളരെ ക്വാളിറ്റി കുറവാണ് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞു. അതെല്ലാം അവർ മാറ്റിയിട്ടാണ് ഇപ്പം പുതിയ ടാറ്റ ഹാരിയർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും ഇൻറ്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും വേറെ ലെവലാക്കിയിട്ടുണ്ടെന്നാണ് ടാറ്റ ഹാരിയർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലെജൻഡറി കാറായ ലാൻഡ് റോവറിൻ്റെ D8 അതിൻ്റെ ആർക്കിടെക്ചറിലാണ് ഈ ഒരു നമ്മുടെ ടാറ്റ ഹാരിയറിൻ്റെ ഡിസൈൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5 സീറ്റർ മോണോകോക്ക് ഡിസൈനാണ് നമ്മുടെ ടാറ്റ ഹാരിയർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫുള്ളി ഡിജിറ്റൽ റൈഡിംഗ് വിവരങ്ങൾ തരുന്ന ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഫീച്ചർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹാരിയറിൽ. അതുപോലെ തന്നെ ഹാരിയർ EV എന്ന് പറയുന്നത് ജനറേഷൻ 2 EV ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും. കൂടാതെ തന്നെ V12ലും V2V ചാർജിങ് കഴിവുകളും ഉണ്ടായിരിക്കും നമ്മുടെ ഹാരിയർ EVക്ക്. അതുപോലെ ഇപ്പം ഹാരിയറിൽ അവകാശപ്പെടാൻ പോകുന്നത് 8 സെക്കൻഡിനുള്ളിൽ 0 to 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ ഇലക്ട്രിക് XUVക്ക് കഴിയുമെന്നാണ് നമ്മുടെ ടാറ്റ പറയുന്നത്. അതുപോലെ തന്നെ കൂടാതെ മണിക്കൂർ 150 കിലോമീറ്റർ വേഗതയിൽ ഓടാനുള്ള കഴിവും ഈ ഒരു ഹാരിയർ EVക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡുവൽ മോട്ടോർ കോൺഫിഗറേഷനും ഓൺ വീൽ ഡ്രൈവ് മോഡും സഹിതം V12ലും V2V ചാർജിങ്ങും സൗകര്യമുള്ള Gen 2 EV ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയ ഒരു XUV കൂടിയാണ് നമ്മുടെ ടാറ്റ ഹാരിയർ എന്നുള്ളത്. അതുപോലെ തന്നെ പുറംഭാഗത്തുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്ലാറ്റ് ഡിസൈനാണ് നമ്മുടെ ടാറ്റ ഹാരിയർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്രില്ലും ടാറ്റ ലോഗോയ്ക്ക് താഴെ ഫ്രണ്ട് ക്യാമറയും ഉള്ളൊരു സ്പ്ലിറ്റ് LED ഹെഡ്ലൈറ്റുടെ ഡിസൈനാണ് നമ്മുടെ ടാറ്റ ഹാരിയർ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിന് LED DRL ഡേ ടൈം റണ്ണിങ് ലാമ്പുകളും അതുപോലെ തന്നെ ഒരു കണക്റ്റിംഗ് ലൈറ്റ് ബാറും അടച്ച ഫ്രണ്ട് ഗ്രില്ലിന് മുകളിൽ LED DRL സ്ട്രിപ്പും ബന്ധിപ്പിക്കും എന്നുള്ളതും കൂടി ഒരു സവിശേഷതയാണ്. ഇതൊന്നും കൂടാതെ ഒരു സ്പോർട്ടി ലുക്കിന് വേണ്ടിയിട്ട് ഒരു 19 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് നമ്മുടെ ടാറ്റ ഹാരിയറിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ കോണിംഗ് ഇൻഡൻറ്റുകളും മിനുസമാർന്ന ഫിനിഷും ഉപയോഗിച്ചിട്ടാണ് പിൻഭാഗം അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GPS നാവിഗേഷൻ പിന്തുണയുള്ള വലിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും ആപ്പിൾ എയർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ വഴിയുള്ള സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും കോക്പിറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ടാറ്റ ഹാരിയർ. കൂടാതെ ബാറ്ററി ഇൻഡിക്കേറ്ററും ഓട്ടോമീറ്റർ റീഡിങ്ങും സ്പീഡോമീറ്റർ മുതലായ പ്രധാന റൈഡിംഗ് വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമ്മുടെ ടാറ്റ ഹാരിയറിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു ഡുവൽ സ്പോക്ക് സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ടാറ്റ ലോഗോ, പിന്നെ അതുപോലെ തന്നെ വൈദ്യുതപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാനോറാമിക് സൺറൂഫും 360 ഡിഗ്രി സറൗണ്ട് ക്യാമറ, പിന്നെ അതുപോലെ തന്നെ അഡാസ് ഫീച്ചറും നമ്മുടെ ടാറ്റ ഹാരിയർ തന്നെ ശുദ്ധമായ ഇൻബിൽഡ് എയർ പ്യൂരിഫയറും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ഈ ഒരു ഹാരിയർ തന്നെ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പം കാറിൻ്റെ ഉള്ളിലെല്ലാം വെന്റിലേറ്റഡ് സീറ്റ് എന്നുള്ളത്. ഇത് നമ്മുടെ ഹാരിയറിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല വയർലെസ് മൊബൈൽ ഫെസിലിറ്റിയും അതിൻ്റെ കൂടെ തന്നെ പവേർഡ്ലി കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഇലക്ട്രോണിക് പവേർഡ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് സീറ്റുകളും അതുപോലെ തന്നെ കാറിൻ്റെ ഉള്ളിൽ ശരിയായ മോഡ് സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് ആംബിയൻ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സിസ്റ്റവും നമ്മുടെ ടാറ്റ ഹാരിയർ ഒരുക്കിയിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ